ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ നേരത്തെ വീഡിയോ നമ്മൾ കോൺവാളിൽ നിന്ന് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അബുദാബിയിലെത്തി വെറുതെ ടിക്കറ്റ് എടുത്ത് പോണം മരിയ ഈ കല്യാണം ഈ പറഞ്ഞ പോലെ നമ്മൾ ഫുൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു കേട്ടോ, സ്റ്റോൺ ഹെഞ്ച് വിസിറ്റ് ചെയ്യണോ വേണ്ടിയെന്നുള്ളത്. കാരണം നമ്മൾ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ നിന്ന് തന്നെ നമുക്കിത് കാണാം. ഇങ്ങനെ ഈ കല്ലുകൾ കൂട്ടി വെച്ചിരിക്കുന്ന ഈ ഒരു സ്ഥലം തന്നെയാണ്, ഇത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങൾ കാറിലിരുന്നിട്ടാണ് ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ നമ്മൾ വായിച്ചത്. അപ്പം ശരി, എന്തായാലും ഇതുവരെ വന്നതല്ലേ, നമുക്കൊന്ന് വിസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫൈനലി വിസിറ്റ് ചെയ്തു. ഒരാൾക്ക് 34 പൗണ്ടാണ് കേട്ടോ ഇതിൻ്റെ ടിക്കറ്റ്. ഞങ്ങളങ്ങനെ സ്റ്റോൺ ഹെഞ്ച് എത്തിയിരിക്കുകയാണ്. ഒരു സെൻറ്റ് ഐവ്സ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഒരു 3.5 hours ഉണ്ടായിരുന്നു ഇവിടെ എത്താൻ. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു സർവീസിലേ നിർത്തിയുള്ളൂ. എന്നിട്ട് ഇനിയിപ്പം ഇത് കുറച്ച് നടക്കാനുണ്ടെന്നാണ് തോന്നുന്നത്. കുറച്ച് ദൂരെ ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടിയത്. അങ്ങനെ നടക്കേണ്ടി ഒന്നും വന്നില്ല കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്ത് പോയപ്പോൾ തന്നെ അവിടെ ഷട്ടിൽ ബസ് ഉണ്ടായിരുന്നു. ഇതിങ്ങനെ 10 മിനിറ്റ് 15 മിനിറ്റിൽ ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും. അപ്പം നമ്മളോട് പറഞ്ഞു തിരിച്ച് 6 മണിയാകുമ്പോഴാണ് ഫൈനൽ ബസ് എന്നുള്ളത്. അപ്പം നമുക്കൊരു 2 hours ഉണ്ടായിരുന്നു അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പം നമ്മളിതിൻ്റെ ഹിസ്റ്ററി നോക്കിയപ്പം ഇത് വേൾഡിൽ തന്നെയുള്ള മോസ്റ്റ് ഫേമസ് പ്രീ ഹിസ്റ്റോറിക് മോണുമെൻ്റ് ആണ്. ഇത് ബിൽഡ് ചെയ്തത് 5000 ഇയേഴ്സിന് മുമ്പാണ് കേട്ടോ. പിന്നെ ഇത് ബിൽഡ് ചെയ്ത പീരീഡ് നിയോളിത്തിക് പീരീഡാണ്. ഈ മാസീവ് സ്റ്റോൺസൊക്കെ 150 മൈൽസിൻ്റെ ഒക്കെ ദൂരേന്ന് ആ പണ്ടത്തെ ആൾക്കാർ ഡ്രാഗ് ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു എക്സാക്ട് റീസൺ എന്താണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാനായിട്ടില്ല. ചിലർ പറയണത് ഇതൊരു ടെമ്പിൾ ഫോർ സണ്ണാണ്, ചിലർ പറയുന്നുണ്ട് ആൻഷ്യൻ ബെറിയൽ സൈറ്റാണ്, ചിലർ ആസ്ട്രോണമിക്കൽ കലണ്ടറായിട്ടും ഇതിനെ കാണുന്നുണ്ട്. ഇപ്പോഴും ഇതൊരു മിസ്റ്ററി ഓഫ് ഹിസ്റ്ററി ആയിട്ടാണ് കേൾക്കപ്പെടുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഷട്ടിൽ ബസ് കയറിയിട്ട് നമ്മൾ നേരെ ഈ മ്യൂസിയത്തിലോട്ട് വന്നു. ഇവിടെ പല പീരീഡിൻ്റെ സ്റ്റോൺ ഹെഞ്ചിൻ്റെ ക്ലേ മോഡലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ മാൻഷൻ ഹട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിനുള്ളിലൊക്കെ കയറാം, പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പുറത്ത് നിന്ന് കണ്ടു. അങ്ങനെ ഇതോടെ നമ്മുടെ കോൺവാൾ ട്രിപ്പിൻ്റെ വീഡിയോസ് എല്ലാം കഴിഞ്ഞു. അപ്പം നമ്മൾ തിരിച്ച് അറൗണ്ട് ഒരു 9 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ റൂമെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ടാറ്റാ.